തൊണ്ണൂറിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ 2026-ലും സെയിം ഓറയിൽ നിൽക്കുകയാണ്. റഹ്മാൻ മ്യൂസിക്കൽ എന്ന് ഇത് കാണിക്കുമ്പോൾ ഒരു ഗംഭീര പാട്ട് വരാൻ പോകുന്നു എന്ന എക്സ്പെക്റ്റേഷൻ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. റഹ്മാനോളം ഇന്ത്യൻ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ വളർന്നിട്ടുള്ള ഒരു പ്രതിഭ സത്യം പറഞ്ഞാൽ ഇല്ല. അത്ഭുതകരമായ വളർച്ചയായിരുന്നു. അത്രയും ടാലൻറ്റ് അദ്ദേഹത്തിനുണ്ട്. ഞാൻ പറയുന്നത് 90s-ലെ ഉള്ള ആളാണ് റഹ്മാൻ. നമ്മൾ 2026-ൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. റഹ്മാന് വേണ്ടത്ര സ്പേസ് ഇല്ല എന്ന വിഷയം. റഹ്മാൻ ഇപ്പോഴും ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക്കാണ്. ഇപ്പോഴും റഹ്മാൻ മ്യൂസിക്കൽ എന്ന് എഴുതി കാണിക്കുന്നതിന് ഇവിടെ വിപണി വാല്യൂ ഉണ്ട്. അതിന് മാത്രം പൈസ കൊടുക്കുന്നവരുണ്ട്. മലയം കുഞ്ഞെന്നൊരു സിനിമ ഇവിടെ വന്നു. ആ സിനിമ പരാജയപ്പെട്ടു പോയ സിനിമയാണ്. ആ സിനിമയ്ക്ക് എങ്ങനെ ഒരു വാല്യൂ അഡീഷൻ നടത്താമെന്ന് ആലോചിച്ചപ്പോൾ ഈ സിനിമ ഭയങ്കരമായിട്ടുള്ള വൈകാരികമായ സിനിമയും ഒപ്പം പ്രകൃതി ദുരന്തവും കാണിക്കുന്നതാണ്. റഹ്മാൻ വന്നാൽ ഈ പടം നന്നാവും എന്ന് ചില ആൾക്കാർ അഭിപ്രായം പറഞ്ഞു. റഹ്മാൻ മ്യൂസിക്കൽ എന്ന് എഴുതി വെച്ച് ആ പടത്തിൻ്റെ കച്ചവടത്തെ ഭയങ്കരമായി സ്വാധീനിച്ച ഘടകമായിരുന്നു. തിയേറ്ററിൽ അത് വിജയിച്ചില്ലെങ്കിൽ കൂടി. അപ്പോൾ എന്തിനാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്? റഹ്മാന് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ടെന്ന് ഇപ്പോഴും മ്യൂസിക് ഇൻഡസ്ട്രിയിലെ മനുഷ്യർ വിശ്വസിക്കുന്നു. ബോളിവുഡിലെ ഏറ്റവും ബ്രഹ്മാണ്ഡ പടമായിട്ട് വരാൻ പോകുന്ന പടമാണ് രാമായണം. ആ പടത്തിന് ഹാൻസ് സിമ്മറിൻ്റെ കൂടെയാണ് റഹ്മാനാണ് ചെയ്യുന്നത് കാര്യം ആലോചിക്കണം. അപ്പോൾ റഹ്മാൻ അങ്ങനെ എഴുതി തള്ളാൻ കഴിയാത്തവളാണെന്ന് മാത്രമല്ല, നമ്മളവിടെ പ്രതിഭ അളക്കുന്നത് എങ്ങനെയാണ്? അമൃത 90റിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ 2026-ലും സെയിം ഓറയിൽ നിൽക്കുകയാണ്. റഹ്മാൻ മ്യൂസിക്കൽ എന്ന് ഇത് കാണിക്കുമ്പോൾ ഒരു ഗംഭീര പാട്ട് വരാൻ പോകുന്നു എന്ന എക്സ്പെക്റ്റേഷൻ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എപ്പോഴും ആ എക്സ്പെക്റ്റേഷൻ റഹ്മാൻ മീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള വേറെ കാര്യം. പക്ഷേ ഇൻഡസ്ട്രിയും അത് വിശ്വസിക്കുന്നുണ്ട്. അന്നത്തെ തലമുറ റഹ്മാൻ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് താലോർമ്മ വരുന്നുണ്ട് എന്ന് പറയുന്നു. നൗഫൽ 90s-ൻ്റെ ഓർമ്മയാണ് പറയുന്നത്. ഇന്ന് റഹ്മാൻ അല്ല, ഞാൻ പറയാണ്, നമ്മുടെ എല്ലാം എൻ്റെയൊക്കെ ഹൃദയവികാരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള റഹ്മാൻ 90s-ലെ പാട്ടുകളാണ്. ആ പാട്ട് സംശയമില്ല. അന്ന് അദ്ദേഹം അടിപൊളി ഗംഭീര പാട്ടാണ്. ഇന്ന് അനിരുദ്ധ് ഉണ്ടാക്കുന്ന പോലത്തെ ഓളം അന്ന് ഉണ്ടാക്കി അദ്ദേഹം. എന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ അദ്ദേഹം ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള പാട്ടുകൾ ഉണ്ടാക്കി, മെലഡീസ് ഉണ്ടാക്കി. ഇന്നുണ്ടാക്കുന്നില്ലേ? നമ്മൾ ശ്രദ്ധിക്കാത്തതാണ്. ഇന്ന് റഹ്മാൻ ഉണ്ടാക്കുന്ന 10 തല എന്ന് പറയുന്ന സിനിമയിലെ നീ സിംഗന്താൻ എന്നുള്ള പാട്ട് എന്തുമാത്രം ട്രെൻഡിങ് ആയിരുന്നു. അത് വിരാട് കോഹ്ലിയുടെ വിരമിക്കൽ പ്രഖ്യാപനമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഭയങ്കരമായി ഇന്ത്യ ആകമാനം ട്രെൻഡിങ് ആയ പാട്ടാണ് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനം വന്ന തഗ് ലൈഫിലെ പാട്ട് വൻ ഹിറ്റായി. പൊന്നിയൻ സെൽവനിലെ പാട്ട് വൻ ഹിറ്റായില്ലേ? ഈ ബോഗി ബോഗി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പാട്ട് വമ്പൻ ഹിറ്റായിരുന്നു. രായനിലെ ആരുടെ നമ്മുടെ ഈ ഇവൻ്റെ പേര് മറന്നു. ആ പാട്ടൊക്കെ വൻ ഹിറ്റായി മാറിയിട്ടുള്ള പാട്ടുകൾ ഈ സമീപ വർഷങ്ങളിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. കാലത്ത് ഉണ്ടാക്കി തുടങ്ങിയ മനുഷ്യൻ്റെ പറയുന്നത് 90s-ൽ റോജയിലെ പാട്ട് ഉണ്ടാക്കി തുടങ്ങിയ മനുഷ്യൻ 2026-ലും മില്യൺസ് ഓഫ് ആളുകൾ. ഞാൻ പറയുന്ന ഈ പാട്ടൊക്കെ 15 കോടി ആളുകൾ 20 കോടി ആളുകൾ കണ്ട പാട്ടിനെയാണ് ഇപ്പോൾ റെഫറൻസ് ആയിട്ട് ഞാൻ വെച്ചത്. പൊന്നിയൻ സെൽവനിലെ പാട്ടായാലും കൊള്ളാം, അല്ലെങ്കിൽ ഈ പറയുന്ന തഗ് ലൈഫിലെ പാട്ട്, അല്ലെങ്കിൽ റായനിലെ പാട്ട്, അല്ലെങ്കിൽ 10 തലിലെ പാട്ടൊക്കെ വെച്ചാൽ ഇന്ത്യ മൊത്തം ആഘോഷിച്ച പാട്ടാണ്. ഈ പാട്ട് ആരുണ്ടാക്കുന്നു? റഹ്മാൻ ഉണ്ടാക്കുന്നു. റഹ്മാൻ ഇന്ന് ലോകം മുഴുവനുള്ള മഹാനഗരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൺസേർട്ടുകൾ സംഘടിപ്പിക്കുന്നു. അതിന് ടിക്കറ്റ് കിട്ടാതെ മനുഷ്യന്മാർ ഇടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്.